ഹായ് ഗൈസ്, നമസ്കാരം. ശ്രീയാണ്. വെൽക്കം ടു സിംപ്ലി ശ്രീ. ഇന്ന് വേൾഡ് ടെലിവിഷൻ ഡേ ആണ്. ഇൻ്റർനെറ്റിൻ്റെയും സ്മാർട്ട് ഫോണുകളുടെയും ലാപ്ടോപ്പുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും കാലത്ത് ടെലിവിഷനുകൾക്ക് എന്താണ് പ്രാധാന്യം എന്ന് ചോദിക്കുന്നവർ ഒത്തിരി പേരുണ്ടാവാം. എന്നാൽ ടെലിവിഷനുകളെ അങ്ങനെ അങ്ങ് ചെറുതാക്കി കളയാൻ കഴിയില്ലല്ലോ. അമേരിക്കയിൽ പോലും വീഡിയോ കാണാൻ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്നത് ടെലിവിഷനുകളാണ്. 1996 നവംബർ 21 ആദ്യ ലോക ടെലിവിഷൻ ദിനം ഫോറം സംഘടിപ്പിക്കപ്പെട്ടത്. ഇന്ന് കാണുന്ന ടെലിവിഷൻ ജന്മമെടുത്തതിന് പിന്നിൽ ഒത്തിരി ആൾക്കാരുടെ പങ്കുണ്ടെന്ന് പറയാം. ഹാമിൽട്ടൺ, ജോൺ ലോഗി ബേർഡ്, പോൾ നിപ്കോവ്, ചാൾസ് ഫ്രാൻസിസ് ജെങ്കിൻസൺ, ഫിലോ ഡി ഫോൺഷർട്ട് തുടങ്ങിയവർ അതിൽ പ്രധാനികളാണ്. എന്നാൽ ആദ്യ മെക്കാനിക്കൽ ടെലിവിഷൻ നിർമ്മിച്ചത് ജോൺ ലോഗി ബേർഡ് ആണ്. 1926 ജനുവരി 26 അദ്ദേഹം ആദ്യ ടെലിവിഷൻ സംവിധാനത്തിൻ്റെ പ്രവർത്തന മാതൃക പ്രദർശിപ്പിച്ചത്. 1927 അമേരിക്കൻ ഇൻവെൻ്ററായ ഹിലോ ടൈലർ ഹാൻഡ്സ്വർത്ത് ആണ് ആദ്യ സമ്പൂർണ്ണ ഇലക്ട്രോണിക്സ് ടെലിവിഷൻ സിസ്റ്റം ഇവിടെ നിർമ്മിച്ചത്. ഭാരം കുറഞ്ഞ ടെലിവിഷനുകളായി സ്ഥാപിക്കാൻ അവ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് സ്ക്രീൻ റെസൊല്യൂഷൻ്റെ അടിസ്ഥാനത്തിൽ HD-യും ഫുൾ HD-യും 4K-യും 8K-യുമായി അവ മാറിക്കഴിഞ്ഞിരിക്കുന്നു. നെറ്റ്ഫ്ലിക്സും പ്രൈം വീഡിയോയും ഡിസ്നി ഹോട്ട്സ്റ്റാറും എല്ലാം അവൈലബിൾ ആണ്. ജീവിതത്തിലൊട്ടും ഉപയോഗം കുറയാൻ സാധ്യതയില്ലാത്ത ഒരു ഉപകരണമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ടെലിവിഷൻ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗൈസ്. തുടർന്നുള്ള വീഡിയോസ് കാണാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ദിസ് ഈസ് സൈനിങ് ഓഫ് ഫ്രം സിംപ്ലി ശ്രീ. താങ്ക് യു.